കുട്ടികൾ കുറച്ച് ദിവസങ്ങളായി 15 ദിവസമായി നമുക്ക് ഇതിനു വേണ്ടി ഒരുങ്ങാൻ 15 ദിവസമേ കിട്ടിയുള്ളൂ. അമ്മമാർ പ്രാർത്ഥനാ ഗാനം പാടിയ സാബു, ഡിവറ്റ് സോങ് പാടിയവർ, സിംഗിൾ സോങ് പാടിയവർ, ഡാൻസ് കളിച്ചവർ, കോമഡി കളിച്ചവർ, കൈയടിച്ചവർക്കില്ല, അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഡാൻസ് കളിച്ച അമ്മമാർ, മഞ്ഞ സാരി ഇട്ട് ഹാഫ് സാരി ഇട്ടൊക്കെ വേദിയിൽ കളിച്ച അമ്മമാർ ഓടി ഓടി കയറും. താങ്ക് യു ഫാദർ എന്നൊക്കെ പറയും. അമ്മമാർ സമയം കണ്ടെത്തി വൈകുന്നേരം 8 മണി മുതൽ 9:30 വരെയായിരുന്നു അവരുടെ ഡാൻസ് ടൈം. വീട്ടിൽ ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്ത് ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സ്വന്തം കഴിവിനെ വളർത്തുവാൻ വേണ്ടി, തൻ്റെ കലാപരമായ കഴിവുകളെ ഉയർത്തുവാൻ വേണ്ടി, ഉണർത്തുവാൻ വേണ്ടി ബുദ്ധിമുട്ടിയ അമ്മമാർ, അവരെ പറഞ്ഞുവിട്ട ഭർത്താക്കന്മാർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പറഞ്ഞുവിട്ട ഭർത്താക്കന്മാരെയും അമ്മമാരെയും നന്ദിയോടെ ഓർക്കുകയാണ്. സെക്കൻഡ് മാനാടൻ ജിബിൻ ആലിസ്, ഓലക്കിങ്കിൽ ജോമോൻ ഫറ. സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഫസ്റ്റ് കോയിക്കര ജോബിൻ ആൻഡ്രി. സെക്കൻഡ് രണ്ടുപേരാണുള്ളത്. മാനാടൻ കർവാസി സ്ഥാപച്ചൻ, മംഗളി കുര്യൻ തോമസ് ജോർജ്. സ്റ്റാൻഡേർഡ് 3 ഫസ്റ്റ് മാനാടൻ ഷോൺ റിവിക, സെക്കൻഡ് കല്ലുങ്കൽ വിപിൻ സേറ. സ്റ്റാൻഡേർഡ് 4 ഫസ്റ്റ് പുതുപ്പറമ്പിൽ ജിജോ തോമസ് ആഗ്നസ്, സെക്കൻഡ് പറമ്പത്തുശ്ശേരി അനീഷ് സേറ. സ്റ്റാൻഡേർഡ് 5 ഫസ്റ്റ് പുതുശ്ശേരി ഡേവിസ് ആൻഡ് മരിയ, സ്റ്റാൻഡേർഡ് 6 ഫസ്റ്റ് മാനാടൻ വിനു ആരോൺ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് 7 ഫസ്റ്റ് ഇല്ലത്തുപറമ്പിൽ സിജു ജോഷുവ. എല്ലാവരും ഒന്ന് കൈയടിച്ച്. സ്റ്റാൻഡേർഡ് 8 ഫസ്റ്റ് പുതുവ ആന്റണി എമിൽ, സ്റ്റാൻഡേർഡ് 10 ഫസ്റ്റ് ചെമ്മാമ്പിളിൽ ടോജോ അമയ, ഫസ്റ്റ് വാഴപ്പള്ളി സാജു മരിയ, സെക്കൻഡ് പുതുവ ആന്റണി അന്ന മരിയ. സ്റ്റാൻഡേർഡ് ഫുൾ അറ്റൻഡൻസിന് സമ്മാനമാണ് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് 1 കല്ലറക്കൽ ഷൈജു സിയോണ, 4 പുതുപ്പറമ്പിൽ ജിജോ തോമസ് ആഗ്നസ്. സ്റ്റാൻഡേർഡ് 5 സ്റ്റാൻഡേർഡ് 6 വയനാട്ടുകാട്ടിൽ ജോണി എബിൻ, റോബി തോമസ്, ഇല്ലത്തുപറമ്പിൽ സിജു ജോഷുവ, പുതുപ്പറമ്പിൽ ജിജോ തോമസ്, മാനാടൻ മെൽവിൻ മരിയ, കയ്യാലകം ജിനോയ് സേറ മരിയ. സ്റ്റാൻഡേർഡ് 8 കുന്നേക്കാട്ട് ഷിജോമോൻ ക്രിസ് മരിയ. സ്റ്റാൻഡേർഡ് 10 പുതുശ്ശേരി ഡേവിസ് ആൻസി, വയനാട്ടുകാട്ടിൽ ബാബു ഡെറിൻ. സ്റ്റാൻഡേർഡ് 12 പുതുശ്ശേരി ജോജോ ജോയിന. ഈ പെരുന്നാൾ കമ്മിറ്റിയുടെ കൺവീനർ മെൽവിൻ സേവ്യർ, മറ്റ് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവക ജനങ്ങളെ,
മറ്റ് സുഹൃത്തുക്കളെ, ഏതാനും കസേരകളോട് മാത്രമാണ് നന്ദി പറയുന്നത്. എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ട്. മാസങ്ങളായിട്ട് നടന്ന ഒരു വലിയൊരു എഫേർട്ടിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഇതിനൊരു സ്ട്രെയിൻ എടുത്ത് സംവിധാന നിർമ്മാണം, ഛായാഗ്രഹണം, കല, കഥ, തിരക്കഥ എല്ലാം ചെയ്തത് നമ്മുടെ ജയൻ ചേച്ചിയുടെ നേതൃത്വത്തിലാണ്. ജയൻ ചേച്ചിയുടെ ഒരു ശിക്ഷണത്തിലും ജയൻ ചേച്ചിയുടെ ഒരു എഫേർട്ടിലും ആണ് ഈ കലാസന്ധ്യ ഇത്രയും ഭംഗിയോടെ നടത്താൻ പറ്റിയത്. കൂടാതെ നമ്മളുടെ വികാരി അച്ഛൻ, എത്ര പറഞ്ഞാലും നമുക്ക് നന്ദി പറഞ്ഞാലും തീരൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സംഭവം ഇവിടെ നടത്തുവാനുള്ള പ്രോത്സാഹനം തരികയും നമ്മൾ പലതും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇടവകക്കാർ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഇവിടെ ഇവർ പ്രാക്ടീസിന് ദിവസം വരേണ്ടതാണ്. കാരണം ഇവരുടെ ഒരു എഫർട്ടും ഈ അച്ഛൻ ഇവർക്ക് നൽകുന്ന ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ കണ്ടനുഭവിക്കേണ്ടതാണ്. എന്തായാലും ഈ പരിപാടി ഭംഗിയാക്കാനായിട്ട് ഇവിടെ ഇതിനൊരുക്കങ്ങൾ ചെയ്തു തന്ന പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ മാതാപിതാക്കള്, പിന്നെ ഈ മാതാപിതാക്കൾ സ്വയം അവർക്കൊരു നന്ദി പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മമാരൊക്കെ ഞാനൊക്കെ അനുഭവിച്ചവരാണ്. ഒരു 6 മണി 5:30 6 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ 10 മണി 11 മണിയാകുമ്പോൾ വീട്ടിൽ വരുന്നത്. അപ്പൊ അതിൽ ഞങ്ങളും കുറെയൊക്കെ സഫർ ചെയ്തിട്ടുണ്ട്, അവരും സഫർ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ ഇന്നത്തെ ഈ കലാസന്ധ്യ. ഇതിന്റെ എല്ലാ ഒരുക്കങ്ങൾ ചെയ്തു തന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.